കാശ് എന്ന് കിട്ടും. കോർപ്പറേറ്റിലെ കാശ് എന്ന് കിട്ടും. കോർപ്പറേറ്റ് ബാങ്കിൽ ഇരിക്കുന്ന കാശ് ഇ ഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. ചേച്ചി അധികം വർത്താനം പറയല്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. ഞങ്ങളുടെ കാശ് എന്റെ കാശ് അവിടെ കിടക്കണം. അതെ അതെ അവിടെ ചെന്ന് ചോദിച്ചിട്ട് അപ്പൊ എനിക്ക് തരാനുള്ള പറഞ്ഞു സാറ് കാണിച്ചു തരണം. അതെ അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പോയി ഇ ഡി പിടിച്ചെടുത്ത കാശ് പോകാൻ പറ്റില്ല സാറേ, എനിക്ക് വഴിയൂടാ. മിസ്റ്റർ സുരേഷ് ഗോപി, ഇത് തന്റെ സിനിമയല്ല. താൻ ജയിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ വാഗ്ദാനം കൊടുത്തു. ഒരു പാവ അമ്മച്ചി മുഖ്യമന്ത്രിയെ പോയി ചോദിക്കുന്ന കാര്യം അത് വിട്ടോട്ടെ. ഒരു പാവ അമ്മച്ചി അധികം വർത്താനം പറയണ്ടെന്ന് പറഞ്ഞല്ലേ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് എന്തിനാ നിന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഈ സിനിമാ ഡയലോഗ് എടുക്കാൻ കേരളത്തിൽ നടക്കില്ല. അത് ഈ ഉത്തരാഖണ്ഡിലെ ബീഹാറിലെ ഗുജറാത്തിൽ നടന്ന പോലൊന്നും കേരളത്തിൽ നടക്കില്ല. സംസാരിക്കുമ്പോൾ ഒരു അമ്മച്ചിയെടുത്ത് മര്യാദ പോലെ സംസാരിക്കണം. ആരാരില്ലാത്തവർക്ക് ജനങ്ങളുണ്ട് കേരളത്തിൽ, കേൾക്കാനും പിടിക്കാനൊക്കെ ആൾക്കാരുണ്ട്. അത് മറക്കരുത്. നിന്നൊക്കെ ആരാണ് MP ആക്കിയത്? നിനക്ക് വോട്ട് ചെയ്ത് ജനങ്ങളെടുത്താണ് ആദ്യം ചോദിക്കേണ്ടത്. ഇങ്ങനത്തെ കുരുത്തം കെട്ട ആൾക്കാരാണ് ഇത് MP ചെയ്യുന്നത്. ഒരു സാമാന്യ മര്യാദ ആ അമ്മച്ചെടുത്ത് കാണിക്കണ്ടേ. തൻ്റെ അമ്മച്ചെടുത്ത് ആരെങ്കിലും മിണ്ടാണ്ടിരിക്കുന്ന പറഞ്ഞാൽ താനെന്ത് ചെയ്യും? ജനങ്ങൾ പൊട്ടന്മാരല്ല, അത് മനസ്സിലാക്കണം. ഇത് 2025, അതല്ലാതെ 1928 ഒന്നല്ല. അത് മനസ്സിലാക്കണം. പിന്നെ നിന്നെ നിർത്തി കോർപ്പറേഷൻ്റെ അടുത്തോ ആൾക്കാരൊക്കെ ആയിരിക്കും, പക്ഷെ പാവങ്ങൾക്ക് അത് കണ്ടില്ലാതെ അടിക്കരുത്. അത് വേറെ കാര്യം. മുഖ്യമന്ത്രി ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. തൻ്റെ അടുത്ത് വന്നത് താൻ ഉത്തരം പറയണം. അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയണം. അല്ലെങ്കിൽ പഠിച്ചിട്ട് വരാറ്റ് പറയണം. അതല്ലെങ്കിൽ പ്രായമായ അമ്മയ്ക്കടുത്ത് അവമര്യാദ സംസാരിച്ചുകൊണ്ടല്ലോ കേരളത്തിൽ ജനങ്ങൾ വെറുതെ നിൽക്കില്ല. അത് മനസ്സിലാക്കണം. താൻ എങ്ങനത്തെ കൊമ്പനായിട്ട് ശരി, കേരളത്തിൽ ജനങ്ങളാ. അത് മനസ്സിലാക്കണം. പ്രായമായ അമ്മച്ചിമാർക്കും ജനങ്ങൾക്കും മര്യാദയോട് സംസാരിച്ച് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. സംസാരിക്കാൻ അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. അതല്ലാതെ പ്രായ ആൾക്കാർക്ക് അടങ്ങിയിരിക്കാനോ മിണ്ടാണ്ടിരിക്കാനോ പറയാനുള്ള ഒരു അവകാശമില്ല. നിന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആൾക്കാർ തോറ്റുപോയി 5 വർഷം സഹിച്ചേ പറ്റൂ. അതിൻ്റെ ഇടയിൽ ഇത് ലാസ്റ്റ് വാണ്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ബാക്കിയെ കാണിച്ചു തരാം. ഓക്കെ? കേരളത്തിൽ ജനങ്ങൾ ഒരിക്കലും പൊട്ടന്മാരല്ല. നിന്നെ അടക്കിയിരുത്താൻ കഴിയാത്തതുമല്ല. അത് വേറെ കാര്യം. ഒന്ന് ഓർത്തിരുന്നോ. നന്ദി, നമസ്കാരം.